Good morning. Today let us start with the second module. The first topic we are going to discuss is memory hierarchy technology. Let us go into the topic. So this figure is already familiar. We have already seen during the previous semesters. This is the memory hierarchy structure or memory hierarchy figure. അപ്പോൾ ഇതിൽ ലെവൽ 0 എന്ന് പറയുന്നത് we are having the registers. Level 1 is having cache memory. Level 2 is the main memory. Level 3 is the disk storage. And level 4 is the backup storage. അപ്പം ലെവൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് അറ്റ് ദ ലോവസ്റ്റ് ലെവൽ, ദിസ് ഈസ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ. ഓക്കെ, ഇത് ലോവസ്റ്റ് ലെവലും ഇത് ഹയസ്റ്റ് ലെവലുമാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കപ്പാസിറ്റി കൂടുന്നു. ആസ് ദ ലെവൽ ഇൻക്രീസസ് ദ കപ്പാസിറ്റി ഇൻക്രീസസ്. ഓക്കെ, ഓൾസോ ദ ആക്സസ് ടൈം ഓൾസോ ഇൻക്രീസസ്. ക്ലിയർ? അപ്പോൾ അതാണ് ഈ ഒരു ആരോയിൽ അവർ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇൻക്രീസസ് ദ കപ്പാസിറ്റി ആൻഡ് ആക്സസ് ടൈം. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ലെവൽ കൂടുന്നതനുസരിച്ച് ആക്സസ് ടൈമും കൂടുന്നു, കപ്പാസിറ്റിയും കൂടുന്നു, അല്ലേ? ഇപ്പോൾ രജിസ്റ്റേഴ്സിനാണ് ഏറ്റവും ലോവസ്റ്റ് കപ്പാസിറ്റി വരുന്നത്, ബാക്കപ്പ് സ്റ്റോറേജിനാണ് ഹയസ്റ്റ് കപ്പാസിറ്റി വരുന്നത്. ഓക്കെ, ഇനി ആക്സസ് ടൈമിൻ്റെ കേസിൽ രജിസ്റ്റേഴ്സാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ എടുക്കുന്നത്. മിനിമം ടൈമിൽ വി ക്യാൻ ആക്സസ് ദ ഡാറ്റ. ഓക്കെ, ബാക്കപ്പ് സ്റ്റോറേജാണ് ഇറ്റ് ഈസ് ടേക്കിംഗ് ദ ഹയസ്റ്റ് ടൈം in accessing the data. Okay, so registers are actually part of the processor. Cache is also a part of the processor. It is built using SRAM. Main memory is a memory that is actually placed outside the processor in the board. Then the disk storage is the external device, external memory device that is usually made up of magnetic disk, and in modern systems they are manufactured using solid state devices. Okay, SSD. Then backup. ഇപ്പോൾ ബാക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷണലാണ്. ഓപ്ഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിൽ ഡിസ്ക് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതിൻ്റെ നമുക്ക് എന്തെങ്കിലും റിക്കവറി വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബാക്കപ്പായിട്ട് ഇതിൻ്റെ ഇൻഡിവിജ്വൽ കോപ്പി വിൽ ബി സ്റ്റോർഡ് ആസ് എ ബാക്കപ്പ്. എന്നിട്ട് നമ്മൾ ആ ബാക്കപ്പിൽ നിന്ന് എന്തെങ്കിലും ഫെയിലിയറോ വല്ലതും വന്നു കഴിഞ്ഞാൽ വിൽ ബി ടേക്കിംഗ് ദ കോപ്പി ഫ്രം ദിസ് ബാക്കപ്പ് സ്റ്റോറേജ്. അതിനാണ് ഈ ബാക്കപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഹൈറാർക്കി, മെമ്മറി ഹൈറാർക്കി ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെവൽ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ കപ്പാസിറ്റിയും കൂടുന്നു, ആക്സസ് ടൈമും കൂടുന്നു. ഓക്കെ, ഇനി വേറൊരു കാര്യം, വെൻ ദ ലെവൽ ഡിക്രീസസ്, അതായത് ഫ്രം വെൻ വി ആർ ഗോയിങ് ഫ്രം ഹൈ ലെവൽ ടു ലോ ലെവൽ, the cost for accessing the bit is increasing. ഓക്കെ, അതായത് കോസ്റ്റ്, ഇത് ഓരോ ബിറ്റും ആക്സസ് ചെയ്യാനുള്ള കോസ്റ്റ് കൂടുതലാണ്. എവിടെ നിന്ന്, നമ്മൾ ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും. ഓക്കെ, അതാണ് പറയുന്നത്. അത് ഈ ഫിഗർ നമ്മൾ എന്തായാലും വരയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും പാരാമീറ്റേഴ്സ്, അതായത് നമുക്ക് മെമ്മറി ഹൈറാർക്കി നമുക്ക് 5 പാരാമീറ്ററിലാണ് നമുക്ക് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഓരോ ലെവലിലും നമുക്ക് ഈ 5 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മെഷർ ചെയ്യുന്നത്, അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ 5 പാരാമീറ്റേഴ്സ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ദ മെമ്മറി ടെക്നോളജി ആൻഡ് ദ സ്റ്റോറേജ് ഓർഗനൈസേഷൻ അറ്റ് ഈച്ച് ലെവൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ 5 പാരാമീറ്റേഴ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ആക്സസ് ടൈം. The second one, memory size. Third one, cost per byte. Fourth one, transfer bandwidth. And fifth one is unit of transfer. What is access time? So access time refers to the round trip time for the CPU to the ith level of the memory. അതായത് നമ്മൾ പ്രോസസ്സറിന്ന് നമ്മുടെ പർട്ടിക്കുലർ ലെവലിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ എടുക്കുന്ന ടൈം ആണ് ആക്സസ് ടൈം എന്ന് പറയുന്നത്. അതാണ് റൗണ്ട് ട്രിപ്പ് ടൈം ഫ്രം CPU ടു എ പർട്ടിക്കുലർ ലെവൽ. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഈ ലെവൽ 2യുടെ ആക്സസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU നിന്ന് ലെവൽ 2ലേക്ക് എത്താൻ എടുക്കുന്ന സമയം. ഓക്കെ, മനസ്സിലായി? ഇപ്പോൾ ലെവൽ 3യുടെ ആക്സസ് ടൈം എന്ന് പറയുമ്പോൾ CPU നിന്ന് ലെവൽ 3ലേക്ക് എത്താനുള്ള സമയം, അതാണ് ആക്സസ് ടൈം എന്ന് പറയുന്നത്. മെമ്മറി സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ നമ്പർ ഓഫ് ബൈറ്റ് ഓർ വേർഡ്സ് ഇൻ ലെവൽ I. ഒരു പർട്ടിക്കുലർ ലെവലിലുള്ള കപ്പാസിറ്റി.
ഒരു പർട്ടിക്കുലർ ലെവലിലുള്ള എത്ര ബൈറ്റ്സ് അല്ലെങ്കിൽ എത്ര വേർഡ്സ് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ കണക്കാണ് അതിൻ്റെ മെമ്മറി സൈസ്. ഓക്കെ, മെമ്മറി സൈസ് ഇസ് നത്തിങ് ബട്ട് ദ കപ്പാസിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ലെവൽ. ഓക്കെ, നൗ കോസ്റ്റ് പെർ ബൈറ്റ്. കോസ്റ്റ് പെർ ബൈറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ ith ലെവൽ ഓഫ് ദ മെമ്മറി. ഒരു പർട്ടിക്കുലർ മെമ്മറിയുടെ പർട്ടിക്കുലർ ലെവൽ ഓഫ് മെമ്മറിയുടെ കോസ്റ്റ് ആണ് ഈ കോസ്റ്റ് പെർ ബൈറ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ മെമ്മറി സൈസ്. അതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എഫേർട്ടാണ്. ഓക്കെ, അതിൻ്റെ ത്രൂപുട്ടാണ്. എത്ര എഫേർട്ട് എടുത്തിട്ടാണ് അത് ആ ലെവലിൽ നിന്ന് സംഭവം ആക്സസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, അത് കണ്ടുപിടിക്കുന്നത് CI മൾട്ടിപ്ലൈഡ് ബൈ ദ SI. CI is the cost, SI is the memory size. Okay, now transfer bandwidth. Transfer bandwidth is the rate at which the information is transferred between adjacent level. ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന സമയം, that is known as the bandwidth or the transfer bandwidth is represented as BI. ഇപ്പോൾ ലെവൽ 1 നിന്ന് ഇപ്പോൾ ലെവൽ 3ലേക്ക് നമുക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കുന്നു, അല്ലെങ്കിൽ എത്ര സ്പീഡിൽ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ സ്പീഡ് അറ്റ് വിച്ച് ദ ഇൻഫർമേഷൻ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ലെവൽ ടു അനദർ ഈസ് കോൾഡ് ട്രാൻസ്ഫർ ബാൻഡ്വിഡ്ത്ത്. ക്ലിയർ? നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ. ദ ഗ്രെയിൻ സൈസ് ഓഫ് ദ ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ലെവൽ I ആൻഡ് I+1. ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എന്ത് യൂണിറ്റ് ഓഫ് ടൈമിലാണ്, എന്ത് യൂണിറ്റിലാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളതാണ്. അതാണ് ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് അതിനാണ് ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സി പി യു നിന്ന് നമ്മൾ ക്യാഷിലേക്ക് നമ്മൾ വേർഡ്സ് ആയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ദ ഇൻഫർമേഷൻ ഫ്രം CPU ടു ക്യാഷ് ഈസ് ട്രാൻസ്ഫേർഡ് യൂസിങ് വാട്ട് ഇൻ വേർഡ്സ്. അപ്പോൾ ആ CPU ൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ വേർഡ്സ്. ഓക്കെ, അപ്പോൾ CPU ക്യാഷ് നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് വേർഡ്സ് ആയിട്ടാണ്. ക്ലിയർ? ഇനി ക്യാഷ് നിന്ന് മെമ്മറിയിലേക്കുള്ള ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇൻ ബ്ലോക്സ് ആണ്. ഓക്കെ, അപ്പോൾ ക്യാഷിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബ്ലോക്സ്. ഓക്കെ, ക്ലിയർ? ഇനി മെമ്മറിയിൽ നിന്ന് നമ്മുടെ മെയിൻ മെമ്മറിയിൽ നിന്ന് നമ്മുടെ ഡിസ്ക് സ്റ്റോറേജിലേക്ക് ഉള്ള സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻ പേജസ് ആണ്. ഓക്കെ, പേജസ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം ഒരു മെയിൻ മെമ്മറിയുടെ സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പേജസ് ആണ്. ക്ലിയർ? അതാണ് ഈ യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ദ സ്മോളസ്റ്റ് ഗ്രെയിൻ സൈസ് ഓഫ് ദ ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ വൺ ലെവൽ ടു അനദർ. ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്മോളസ്റ്റ് ലെവൽ എന്താണെന്നുള്ളതാണ്. ക്ലിയർ? അത് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇതാണ് 5 പാരാമീറ്റേഴ്സ്. ഈ സ്റ്റോറേജ് ഓർഗനൈസേഷനിൽ നമ്മൾ കാണുന്ന 5 പാരാമീറ്റേഴ്സാണ്. ഓക്കെ, നൗ ദ മെമ്മറി ഡിവൈസസ് അറ്റ് ലോവർ ലെവൽ ടോപ്പ് ഓഫ് ഹൈറാർക്കി ആർ. അപ്പോൾ നമ്മൾ ഏറ്റവും ലോ ലെവൽ അല്ലെങ്കിൽ നമ്മൾ ഹൈറാർക്കിയുടെ ടോപ്പിൽ നിൽക്കുന്ന ലോ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറാർക്കിയിലെ ടോപ്പാണ് അല്ലേ? ഈ ലെവൽ ഇതാണ് ടോപ്പ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് ലോ ലെവലാണ്, ലോ ടു ഹൈ ആണ്. അപ്പോൾ ദിസ് ഈസ് ലോവസ്റ്റ് ലെവൽ, ദിസ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ. ഓക്കെ, അപ്പോൾ ലോവസ്റ്റ് ലെവലിൽ നമ്മൾ ഇതിൻ്റെ ഈ പാരാമീറ്റേഴ്സിൻ്റെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നുള്ളതാണ്. ഈ പാരാമീറ്റേഴ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലോവസ്റ്റ് ലെവലിൽ അതിൻ്റെ ആക്സസ് ടൈം എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അതായത് ഫാസ്റ്റർ ടു ആക്സസ് ആണ്. ഓക്കെ, അത് അറിയാലോ, ഫാസ്റ്റർ ടു ആക്സസ് ആണ്. സൈസ് എന്ന് പറയുന്നത് സ്മോളാണ് അല്ലേ? എപ്പോഴും രജിസ്റ്ററിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്, ക്യാഷിനെക്കാട്ടിയും ഫാസ്റ്റാണ്. ദെൻ രജിസ്റ്ററിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമമാണ് അല്ലേ? മോർ എക്സ്പെൻസീവാണ്. ഓരോ ബൈറ്റും ചെയ്യാനുള്ള എഫേർട്ട് എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, അത് എക്സ്പെൻസീവാണ്. ദെൻ ഹയർ ബാൻഡ്വിഡ്ത്ത് ആണ് അല്ലേ? ഹൈ ഡാറ്റ റേറ്റിൽ നമുക്കത് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ യൂസ് എ സ്മോളർ യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ. അപ്പോൾ രജിസ്റ്ററിൽ നിന്ന് നമുക്ക് CPU രജിസ്റ്ററിൽ നിന്ന് ക്യാഷിലേക്ക് ഞാൻ പറഞ്ഞു
അത് സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് വേർഡ്സ് ആണ്. വേർഡ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വേർഡ്സ് എന്ന് പറഞ്ഞാൽ 8 ബൈറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് വേർഡ്സ്, അതാണ് സ്മോളർ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം നമ്മുടെ ലോവസ്റ്റ് ലെവലിൽ നമ്മൾ ഈ 5 പാരാമീറ്റേഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ? Now we can go into the details of each hierarchy. Registers, first one is register. Registers are part of a processor, നമുക്കറിയാം. Thus at time not considered the part of a memory. അത് പ്രോസസ്സറിനകത്തുള്ളതാണ്. രജിസ്റ്റർ അസൈൻമെൻറ്റ്സ് ആർ മെയ്ഡ് ബൈ കമ്പൈലർ. ഇപ്പോൾ കമ്പൈലർ സമയത്താണ് ഈ രജിസ്റ്റർ അസൈൻമെൻറ്റ്സ് നമ്മൾ വരുന്നത്. ഓക്കെ, സോ രജിസ്റ്റർ ഓപ്പറേഷൻസ് ആർ ഡയറക്റ്റ്ലി കൺട്രോൾഡ് ബൈ ദ കമ്പൈലർ. കമ്പൈലറാണ് ഈ രജിസ്റ്റർ ഓപ്പറേഷൻസ് ഡയറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് രജിസ്റ്റേഴ്സ്. നെക്സ്റ്റ് ഈസ് ക്യാഷ്. ക്യാഷ് ഈസ് ഓൾസോ പ്രസൻറ്റ് ഇൻ ദ പ്രോസസ്സർ ഇറ്റ്സെൽഫ്, വിച്ച് ഈസ് കൺട്രോൾഡ് ബൈ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ്. ഇപ്പോൾ ക്യാഷ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റുകളാണ്. ക്യാഷിനകത്ത് പല പല ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ട്. ഒരു ക്യാഷ് അല്ല, ക്യാഷിൽ തന്നെ മൾട്ടിപ്പിൾ ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് അറ്റ് 1 or multiple ലെവൽസ്. ഓക്കെ, L1, L2, L3 എക്സെട്ര. ഓക്കെ, ഇപ്പോൾ L1 ക്യാഷ്, L2 ക്യാഷ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതാണ് ഈ ലെവൽസ് എന്ന് പറയുന്നത്. ഇനിയാണ് അടുത്തതാണ് മെയിൻ പോയിന്റ്. ദ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ബിറ്റ്വീൻ CPU ആൻഡ് ദ ക്യാഷ് ഈസ് ഇൻ ടേംസ് ഓഫ് വേർഡ്സ്. നമ്മുടെ CPU, നമ്മുടെ രജിസ്റ്റർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് CPU നിന്ന് ക്യാഷിലേക്കുള്ള ഇൻഫർമേഷൻ ട്രാൻസ്ഫറിൻ്റെ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഈസ് ഇൻ വേർഡ്സ് ആണ്. വേർഡ്സ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, നൗ ക്യാഷ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ക്യാഷ് ബ്ലോക്സ്. ഇനി ക്യാഷിൻ്റെ അകത്ത് എന്താണ്? ക്യാഷിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ബ്ലോക്സ് ആയിട്ടാണ്. അതായത് ഈ രജിസ്റ്റർ മെമ്മറിയിൽ നിന്ന് നമുക്ക് എടുക്കുന്ന സാധനം വേർഡ്സ് ആയിട്ട് വരുന്നത് ഈ ബ്ലോക്സിനകത്തുള്ള ക്യാഷിനകത്തുള്ള ബ്ലോക്സ് ആയിട്ടാണ് ബ്ലോക്സിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്യാഷിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ബ്ലോക്സ്. ബ്ലോക്സ് ആർ ദ യൂണിറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ക്യാഷ് ആൻഡ് ദ മെയിൻ മെമ്മറി, ഓർ ബിറ്റ്വീൻ ദ L1 ആൻഡ് L2 ക്യാഷസ്, ബിറ്റ്വീൻ ദ ലെവൽ ഓഫ് ക്യാഷസ്. ക്ലിയർ? അപ്പോൾ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ അല്ലെങ്കിൽ CPU നിന്ന് ക്യാഷിലേക്ക് വരുന്നത് വേർഡ്സ് ആയിട്ടാണ്. ഓക്കെ, ആ വേർഡ്സ് ആയിട്ട് വന്ന സാധനം ക്യാഷിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ബ്ലോക്സിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഈ ബ്ലോക്സാണ് ഇനി മെയിൻ മെമ്മറിയിലോട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഫ്രം CPU ടു ക്യാഷ് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഈസ് വേർഡ്സ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് നമ്മൾ ബ്ലോക്സിൽ സ്റ്റോർ ചെയ്യുന്നു ക്യാഷിൽ. അപ്പോൾ ക്യാഷിൻ്റെ സ്റ്റോറേജ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫോം ഓഫ് ബ്ലോക്സ്. ഈ ബ്ലോക്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാഷിൻ്റെ കാര്യങ്ങൾ. നെക്സ്റ്റ് ഈസ് മെയിൻ മെമ്മറി. ഇപ്പോൾ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലാർജർ ദാൻ ക്യാഷ്. ക്യാഷിനെക്കാട്ടിയും വലുതാണ്. ഒബ്വിയസ്ലി അതിൻ്റെ സൈസ് വലുതായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ കോസ്റ്റ് എഫക്റ്റീവ് റാം ചിപ്സ്. നമ്മളെ DDR റാം വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ MMU ഇൻ കോപ്പറേഷൻ വിത്ത് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൽ മറ്റത് ക്യാഷ് എന്ന് പറയുന്നത് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് മാത്രമായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് നമുക്ക് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് ആസ് വെൽ ആസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോപ്പറേറ്റ് ചെയ്താണ് അത് വർക്ക് ചെയ്ത് അത് മാനേജ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മെമ്മറിയുടെ, അതായത് റാം എന്ന് പറയുന്ന മെയിൻ മെമ്മറിയുടെ ഓപ്പറേഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് ആസ് വെൽ ആസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഇനി ഇതിനകത്ത് മെയിൻ മെമ്മറിയിൽ ഇൻഫർമേഷൻസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ പേജസ്. അപ്പോൾ മെയിൻ മെമ്മറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പല പല പേജസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് പേജ് കണ്ടെയ്ൻസ് 128 ബ്ലോക്സ്. ഓരോ പേജിലും എത്ര? 128 ബ്ലോക്സ് വെച്ചിട്ടുണ്ട്. ഒരു പേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 KB വരെയാകും. ഓക്കെ, ഈച്ച് പേജ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 4 kilobytes. ക്ലിയർ? അപ്പോൾ നമുക്ക് സമ്മറൈസ് ചെയ്ത് പറയാം. പേജസ് ആർ ദ യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഡിസ്ക് ആൻഡ് ദ മെയിൻ മെമ്മറി. അതായത് നമ്മളിനി മെയിൻ മെമ്മറിയിൽ നിന്ന് ഡിസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ പേജസ് ആയിട്ടാണ് നമ്മൾ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡിസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ,
ക്ലിയർ. ഇതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ നമ്മളിനി അടുത്ത് വരുന്നുണ്ട്. അത് വെച്ച് അതും കൂടെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബെറ്റർ ക്ലാരിറ്റി കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ഡിസ്ക് ഡ്രൈവ്. ഡിസ്ക് ഡ്രൈവ് അറിയാം. ഡിസ്ക് ഡ്രൈവ് ആൻഡ് ബാക്കപ്പ് സ്റ്റോറേജ് രണ്ടും കൂടെ ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് മെമ്മറി. ഇപ്പോൾ ഹോൾ സിസ്റ്റം പ്രോഗ്രാംസ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലേഴ്സ്, യൂസർ പ്രോഗ്രാം, ഡാറ്റ എക്സെട്ര. ഇതിനകത്താണ് നമ്മളെല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമ്മുടെ സിസ്റ്റം പ്രോഗ്രാംസും കമ്പൈലേഴ്സും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേണ്ട സമയത്ത് ഈ പ്രോഗ്രാംസൊക്കെ ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. മെയിൻ മെമ്മറിയിലോട്ടും ക്യാഷിലോട്ടൊക്കെ ലോഡ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. ക്ലിയർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ഇതിൻ്റെ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റ്സ് ആണ്. ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു സെഗ്മെൻറ്റ്സ്. ഇറ്റ് ഈസ് ഹാവിങ് മെനി പേജസ്. ക്ലിയർ. ഇതാണ് ഈ നമുക്ക് ഈ 5 ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4. ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്മറി ഹൈറാർക്കിയുടെ ഓരോ ഡിവിഷൻസ്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫിഗർ അതുകൊണ്ട് ഈ മെമ്മറി ഹൈറാർക്കിയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക. CPU, ഇതാണ് CPU നമ്മളെ രജിസ്റ്റർ, ഇതാണ് ക്യാഷ്, ഇത് മെയിൻ മെമ്മറി, ഇത് ഡിസ്ക്, ഇത് നമ്മൾ എന്താണ് ബാക്കപ്പ് സ്റ്റോറേജ്. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് നമ്മൾ 4th ലെവൽ എന്ന് പറഞ്ഞ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കുക. ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ CPU നിന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു CPU നിന്ന് ക്യാഷിലോട്ട് വരുന്നത് വേർഡ്സ് ആയിട്ടാണ് ആണല്ലോ. അപ്പോൾ ഈ വേർഡ്സ് എവിടെ സ്റ്റോർ ചെയ്യും? അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു വേർഡ് എടുത്തിട്ട് ഇവിടെ ഓരോ ബ്ലോക്കിൽ കൊണ്ടുവച്ചിരിക്കുന്നുണ്ടോ. അപ്പം മെയിൻ മെമ്മറിയിൽ ക്യാഷിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ബ്ലോക്സാണ്, ഈ ഓരോ കട്ടയും ഓരോ ബ്ലോക്സാണ്. A ബ്ലോക്ക്, B ബ്ലോക്ക് എന്നൊക്കെ പറയും. ഓക്കെ. അപ്പം ഇവിടെ നിന്ന് വേർഡായിട്ട് വരുന്ന സാധനം ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ബ്ലോക്സ്. ക്ലിയർ. അതാണ് പറയുന്നത്. ഇവിടെ കണ്ടോ, ആക്സസ് ബൈ വേർഡായിട്ട് ആക്സസ് ചെയ്യുന്നു ഫ്രം ക്യാഷിൽ നിന്ന് വേർഡായിട്ട് ആക്സസ് ചെയ്യുന്നു. ഓക്കെ. ഫ്രം എ ക്യാഷ് ബ്ലോക്ക് ഓഫ് 32 ബൈറ്റ് സച്ച് എസ് ബ്ലോക്ക് A. ഇപ്പോൾ ബ്ലോക്ക് എയിലേക്ക് ഈ വേർഡ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു. ക്ലിയർ. ഇനി രണ്ടാമത് എന്താണ് ഈ ബ്ലോക്ക് എയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, മെയിൻ മെമ്മറിയിലെ പേജസിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പോൾ പേജസിനകത്ത് ഇതൊരു പേജാണ്. പേജസിനകത്ത് മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ ബ്ലോക്ക് എടുക്കുന്നത്, ഈ ക്യാഷിൽ നിന്ന് എടുത്ത ബ്ലോക്ക് ഈസ് ആക്ച്വലി സ്റ്റോർഡ് ഇൻ എ പേജ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതുപോലെ ഉണ്ട്. ബ്ലോക്ക് ബി എന്നെടുത്ത ബ്ലോക്ക് ഈസ് സ്റ്റോർഡ് ഇൻ അനദർ പേജ് B. ക്ലിയർ. ഇതാണ് മെയിൻ മെമ്മറിയുടെ ഓർഗനൈസേഷൻ. മെയിൻ മെമ്മറിയിൽ ദ മെമ്മറി ഈസ് ഡിവൈഡ് ഇൻറ്റു ഡിഫറെൻറ്റ് പേജസ്. ക്ലിയർ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ സെക്കൻഡ് പോയിൻറ്റ്, ആക്സസ് ബൈ ബ്ലോക്ക് ഒന്ന് ആക്സസ് ചെയ്യുന്നു ഫ്രം മെയിൻ മെമ്മറി പേജ്. ഓക്കെ. മെമ്മറി പേജിൽ നിന്ന് നമ്മൾ ആക്സസ് ചെയ്യുന്നു, ബ്ലോക്ക് ആക്സസ് ചെയ്യുന്നു ഫ്രം ക്യാഷ്. ഓക്കെ. ഫ്രം എ മെമ്മറി പേജ് ഓഫ് 32 ബ്ലോക്സ് or 32 blocks or 1 kilobytes such as block B from page B. ഓക്കെ. 32 ബ്ലോക്സ് അല്ലെങ്കിൽ 1 കിലോബൈറ്റ് വരെ അതിനകത്ത് സൈസ് ഉണ്ടാകാം എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് ഈ ബ്ലോക്ക് ബിയിൽ നിന്ന് ഈ പേജ് എയിൽ നിന്ന് നമുക്കിപ്പം മെയിൻ മെമ്മറിയിൽ നിന്ന് നമുക്ക് ഡിസ്ക് ആക്സസ് ചെയ്യണമെങ്കിൽ, മെയിൻ മെമ്മറി നമുക്ക് ഡിസ്ക് സ്റ്റോറേജിലോട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, പേജസ് വിൽ ബി പേജ് വഴി ആക്സസ് ചെയ്തിട്ട് അത് ഒരു സെഗ്മെൻറ്റിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സെഗ്മെൻറ്റിനകത്ത് ഇറ്റ് ഈസ് ഹാവിങ് മൾട്ടിപ്പിൾ പേജസ്. ഓക്കെ. ഇതാണ് പറയുന്നത് ആക്സസ് ബൈ പേജ്. ഓക്കെ. ഒരു പേജ് 1 KB ആയിരിക്കാം ഒരു പേജ് എന്ന് പറയുന്നത്. അപ്പോൾ 1 KB ഉള്ള ഒരു പേജ് നമ്മൾ ആക്സസ് ചെയ്തിട്ട് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു, ഡിസ്കിനകത്തുള്ള ഒരു സെഗ്മെൻറ്റിനകത്ത് കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഒരു സെഗ്മെൻറ്റിനകത്ത് മൾട്ടിപ്പിൾ പേജസ് ഉണ്ടാവും. ക്ലിയർ. ഇനി നമ്മൾ ഡിസ്കിൽ നിന്ന് നമ്മൾ ഇതിലോട്ട് എടുക്കുമ്പോൾ, ഡിസ്കിൽ നിന്ന് നമ്മൾ ബാക്കപ്പ് സ്റ്റോറേജിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഈ പേജസായിട്ടാണ് എടുക്കുന്നത്. പേജസായിട്ട് നമ്മൾ എടുത്തിട്ട് ഇതിനെ നമ്മൾ ഒരു സെഗ്മെൻ്റ് ആക്കി ചെയ്യും. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും എന്താണ്, the memory is actually divided in the form of segments. Each segment is having different pages. ഓക്കെ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ജനറൽ
സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഫിഗർ എന്ന് പറഞ്ഞ ഇതാണ്. ഓക്കെ, അതിൻ്റെ ജനറൽ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. CPU നിന്ന് വേർഡായിട്ട് ആക്സസ് ചെയ്ത് ഡിസ്കിൻ്റെ ബ്ലോക്കിൽ കൊണ്ടിടുന്നു. ഓക്കെ, ഡിസ്ക് ബ്ലോക്കാണ് മെമ്മറിയിലോട്ട് ആക്സസ് ചെയ്യുന്നത്. അത് എവിടെ കൊടുക്കുന്നു? അത് പേജിൽ കൊണ്ടിടുന്നു. ഓക്കെ, പേജസ് ആയിട്ടാണ് ഡിസ്ക് സ്റ്റോറേജിലോട്ട് കൊടുക്കുന്നത്. അതെവിടെ കൊടുക്കുന്നു? സെഗ്മെൻറ്റിൽ എടുക്കുന്നു. ഓക്കെ, ഈ രീതിയിലാണ് പോകുന്നത്. ക്ലിയർ? ഇനി നമുക്കിതിനകത്ത് കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ഈ മെമ്മറി ഹൈറാർക്കിയെ ബന്ധപ്പെട്ടിട്ട് 3 പ്രോപ്പർട്ടീസാണുള്ളത്. ഇൻക്ലൂഷൻ, കോഹറൻസ് ആൻഡ് ലൊക്കാലിറ്റി പ്രോപ്പർട്ടി. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരു ബേസിക് കോമൺ സെൻസാണ് ഈ 3 പ്രോപ്പർട്ടിയിലും പറയുന്നത്. is stated as M1 subset of M2 subset of M3 subset of etc. up to subset of Mn. അതായത് M1ൻ്റെ സബ്സെറ്റാണ് M2 എന്ന് പറയുന്നത്. അതായത് M1നകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന സാധനം എന്തായാലും M2ലുണ്ടാവും, M3ലുണ്ടാവും, അപ് ടു Mn വരെ ഉണ്ടാവും. ഓക്കെ, പക്ഷേ തിരിച്ച് M2ലുണ്ടായിരിക്കുന്ന സാധനം ഇതിനകത്ത് ഉണ്ടാവണമെന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷിനകത്തൊരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ദ പ്രൈമറി മെമ്മറി, ഓൾസോ ഇൻ ദ ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് അതിനകത്തും ഉണ്ടാവണം. ക്ലിയർ? അതാണ് പറയുന്നത്. അപ്പോൾ തിരിച്ചു വേണമെന്നില്ല. മെയിൻ മെമ്മറിയിലുള്ള സാധനം നമ്മുടെ ക്യാഷിലുണ്ടാവണമെന്നില്ല. അത് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്തായിരിക്കും നമ്മളത് കോപ്പി ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ക്യാഷിലുണ്ടായിരിക്കുന്ന സാധനം അല്ലെങ്കിൽ രജിസ്റ്ററിലുണ്ടായിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ must be available in the cache and must be available in the primary memory and also must be available in the disk. ഓക്കെ, അതാണ് ഈ പറയുന്നത്. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. M1 സബ്സെറ്റ് ഓഫ് M2 സബ്സെറ്റ് ഓഫ് M3 എക്സെട്ര അപ് ടു Mn. ഓക്കെ, ഈ M1 M2 M3 എന്ന് പറയുന്ന ഓരോ ലെവൽസാണ്. ഓക്കെ, if an information word is found in Mi, then the copies of the same word can also be found in the upper levels, Mi+1, Mi+2 എക്സെട്ര അപ് ടു Mn. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ ലെവലിൽ നമ്മൾ കണ്ട ഒരു പർട്ടിക്കുലർ ലെവലിൽ ഉണ്ടായിരുന്ന ഇൻഫർമേഷൻ അതിൻ്റെ സെയിം കോപ്പി എന്താണ് അതിൻ്റെ ഹയർ ലെവലിൽ ഉണ്ടായിരിക്കണം. അല്ലേ? നമ്മൾ ഇപ്പോൾ താഴെ നമ്മൾ ലോ ലെവലിൽ നിന്ന് താഴെ നമ്മൾ ഹൈ ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും ലോ ലെവലിൽ ഉണ്ടാകുന്ന ഇൻഫർമേഷൻ മസ്റ്റ് ഓൾസോ ബി പ്രസൻറ്റ് ഇൻ ദ ഈച്ച് ഹൈ ലെവൽസ്, അപ്പർ ലെവൽസ്. അതാണ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗവർ എ വേർഡ് സ്റ്റോർഡ് ഇൻ Mi+1 മേ നോട്ട് ബി ഫൗണ്ട് ഇൻ Mi. അതായത് നമ്മുടെ ലോ ലെവലിലേക്ക് ഒരു ഹൈ ലെവലിൽ കാണുന്ന ഇൻഫർമേഷൻ ലോ ലെവലിൽ കാണണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് 3 ലെവൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 3 ലെവൽസ് ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് M1, M2, M3. ഓക്കെ, അപ്പം M1ലുള്ള ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ M2 ആസ് വെൽ ആസ് ഇൻ M3. പക്ഷേ M3യിലുള്ള ഇൻഫർമേഷൻ നമുക്ക് തിരിച്ച് അവൈലബിൾ ആവണമെന്നില്ല. അതുപോലെ M2യിലുള്ള ഇൻഫർമേഷൻ തിരിച്ച് M1ൽ ഉണ്ടാവണമെന്നില്ല. ക്ലിയർ? അതാണ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷിലുള്ള ഇൻഫർമേഷൻ മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ദ RAM, primary memory, and also must be in the disk. Okay, the information present in the disk may not be available in the primary memory or in the cache. That is known as inclusion property. ഇതാണ് inclusion property എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി.